വെന്റിലേറ്ററിലായിരുന്ന കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിനെ കുഴിച്ചുമൂടിയ വാർത്തയാണ് നമുക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തു വരുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തീപിടുത്തത്തിൽ 5 ജീവനുകൾ നഷ്ടമായിരിക്കുന്നു. നമ്മുടെ സിസ്റ്റം ഫെയിലിയർ ആണെന്ന് വീണ്ടും 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 തെളിയിക്കുന്ന വാർത്തകളാണ് ദിനംപ്രതി പുറത്തു വരുന്നത്. കേരളത്തിന്റെ ആരോഗ്യ മേഖല ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ വാർത്താ പരസ്യം നൽകുന്നത് നമ്പർ 1 ആരോഗ്യ മേഖല എന്നാണ്. എന്നാൽ കേരളത്തിലെ ആരോഗ്യ മേഖല നമ്പർ 1 ആയത് ഈ 10 വർഷത്തെ പിണറായി വിജയന്റെ ഭരണത്തിന്റെ കീഴിൽ അല്ല എന്ന യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കേരള സംസ്ഥാനം രൂപീകരിച്ചതു മുതൽ തന്നെ ഇന്ത്യയിലെ നമ്പർ 1 ആരോഗ്യ മേഖലയാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖല. അതാ മാറി മാറി വന്ന സർക്കാരുകളുടെയും കേരളത്തിന്റെ സാക്ഷരതയുടെയും കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് കേരളം ഭരിച്ചിരുന്ന രാജവംശത്തിന്റെ അടക്കം മേന്മ കൊണ്ടാണ് ഇത്തരത്തിൽ കേരളം ആരോഗ്യ രംഗത്ത് 1-ാം നമ്പർ ആയി മാറിയത്. എന്നാൽ ഇപ്പോൾ കേരളത്തിലെ സർക്കാർ ആതുരാലയങ്ങളിൽ നിന്നടക്കം കേൾക്കുന്ന വാർത്തകൾ ആരുടെയും കരളലിയിക്കുന്നതും കണ്ണു നനയിക്കുന്നതും ആശ്ചര്യപ്പെടുത്തുന്നതുമാണ്. സർക്കാർ ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചതിന്റെ പേരിൽ സ്വന്തം ജീവൻ ബലി കൊടുക്കേണ്ടി വന്ന തിരുവനന്തപുരത്തിന്റെ സ്വന്തം യുവാവിന്റെ വാർത്ത നമ്മൾ കഴിഞ്ഞ മാസമാണ് റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആ ശസ്ത്രക്രിയ ചെയ്യാൻ ഉപയോഗിച്ച കത്രിക വയറിനുള്ളിൽ കെട്ടിയ ഹർഷിനി എന്ന ചെറുപ്പക്കാരിയുടെ വാർത്ത കേരളം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന 9 വയസ്സുകാരി വിനോദിനിയുടെ വാർത്ത കേരളം ചർച്ച ചെയ്യുന്ന സാഹചര്യം. സർജറിക്ക് ശേഷം തുന്നിക്കൂട്ടാൻ ഉപയോഗിക്കുന്ന നൂല ഗർഭപാത്രത്തിൽ വെച്ചുകെട്ടിയ വാർത്ത കേരളം ചർച്ച ചെയ്യുകയാണ്. ഇത്തരത്തിൽ ആരോഗ്യ മേഖലയുടെ പിടിപ്പുകേടിന്റെ, ആരോഗ്യ മേഖലയിലെ കെടുകാര്യസ്ഥതയുടെ, ആരോഗ്യ മേഖലയിലെ നാഥനില്ലായ്മയുടെ വാർത്ത കേരളം ദിനംപ്രതി കേട്ടുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലെ തീപിടുത്തത്തിന് ശേഷമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട വാർത്ത ഇപ്പോൾ നമ്മളേവരെയും അമ്പരപ്പിച്ചുകൊണ്ട് പുറത്തു വന്നിരിക്കുന്ന വിശദാംശങ്ങൾ. 5 പേർക്കാണ് ജീവൻ ബലി കൊടുക്കേണ്ടി വന്നത്. ജീവൻ രക്ഷിക്കാൻ അസുഖം വന്നാൽ ആ അസുഖത്തിന് ഒരു ചികിത്സ തേടി സാധാരണക്കാരായ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ആളുകൾ മാത്രം, ഭൂരിഭാഗവും അത്തരക്കാർ മാത്രമാണ് ഇന്നും സർക്കാർ മെഡിക്കൽ കോളേജിനെയും സർക്കാർ ആശുപത്രികളെയും സമീപിക്കുന്നത്. കാരണം ആവശ്യത്തിന് പാരസെറ്റമോൾ പോലുമില്ലാതെ സർക്കാർ ആതുരാലയങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു വഴിയുമില്ലാതെ പാവപ്പെട്ട ആളുകൾ ഈ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് പോകുമ്പോഴാണ് അവിടെ തീപിടുത്തമുണ്ടായി ആളുകളുടെ ജീവൻ പിഴഞ്ഞു വീണ മരിച്ചു പോകുന്നത്. നമുക്കറിയാം ഇത്തരത്തിൽ നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് എന്താണ് പറ്റിയത്. ആ വകുപ്പിന് ഒരു മന്ത്രിയുണ്ട്. മന്ത്രിയുടെ പേരാണ് വീണ ജോർജ്. കേരളത്തിലെ മുൻനിര മാധ്യമ പ്രവർത്തകയായിരുന്ന വീണ ജോർജ് ആരോഗ്യ വകുപ്പ് മന്ത്രിയായതിനു ശേഷം കേരളത്തിന്റെ ആരോഗ്യ മേഖല ആന കയറിയ പിഞ്ഞാണക്കട പോലെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഇതിനൊരു മാറ്റം വരണം. ഇതിനൊരു മാറ്റം വരേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണ്. കേരളത്തിൽ ഇതിനൊരു മാറ്റം വന്നാൽ മാത്രമേ സാധാരണക്കാരായ ആളുകൾക്ക് ഒരു അസുഖം വന്നാൽ, സാധാരണക്കാരായ ആളുകൾക്ക് ഒരു ശസ്ത്രക്രിയ വേണ്ടി വന്നാൽ നമ്മുടെ താലൂക്ക് ആശുപത്രികളെയും നമ്മുടെ ജില്ലാ ആശുപത്രികളെയും നമ്മുടെ മെഡിക്കൽ കോളേജ് ആശുപത്രികളെയും അവർക്ക് അവിടെ ചികിത്സയ്ക്ക് ധൈര്യമായി പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകൂ. എന്തായാലും കേരളത്തിന്റെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിൽ നിന്ന് മാറ്റപ്പെട്ടതിനെ കുഴിയിലേക്ക് എടുത്തു വെച്ചിരിക്കുകയാണ്. അവസാന മണ്ണിടൽ ചടങ്ങ് കർമ്മം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. കേരളത്തിന്റെ ആരോഗ്യ മേഖല തകർത്തതിന്റെ ഉത്തരവാദിത്വം ആർക്കാണെന്ന് ചോദിച്ചാൽ അത് കേരളം 10 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതു സർക്കാരിനും മാറി മാറി വന്ന ആരോഗ്യവകുപ്പ് മന്ത്രിമാർക്കുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തീപിടുത്തമടക്കമുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ആയുധമാക്കുമ്പോൾ എങ്ങനെ സർക്കാർ ഇതിനെ പ്രതിരോധിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. വരും ദിവസങ്ങളിൽ കേരളത്തിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കാവുന്ന, കേരളത്തിൽ വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കാവുന്ന കാര്യങ്ങളാണ് ആരോഗ്യ മേഖലയിൽ നിന്ന് പുറത്തു വരുന്നത്. സർക്കാർ ആശുപത്രികളെ കൊലവിളിച്ച ഒരു സർക്കാരിനെതിരായ ജനരോഷം, വിധിയെഴുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.